പുനലൂർ MLA റോഡിലെ വീട്ടിൽ നിന്നും മോഷ്ടാവ് 28,000 രൂപ കവർന്നു. പുനലൂർ MLA റോഡിലെ മംഗലത്ത് വീട്ടിൽ കെ രാജന്റെ വീട്ടിൽ നിന്നുമാണ് പണം മോഷ്ടാവ് കവർന്നത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം 6:45-നും 7 മണിക്കും ഇടയിലായിരുന്നു സംഭവം. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. വീടിന്റെ തുറന്നുകിടന്ന മുൻവാതിൽ വഴിയാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. ഈ സമയം ആളിൽ TV കാണുകയായിരുന്ന കുടുംബാംഗങ്ങളെ വെട്ടിച്ച് അകത്ത ബെഡ്റൂമിൽ കയറിയ മോഷ്ടാവ് മെത്തയുടെ അടിയിൽ സൂക്ഷിച്ചിരുന്ന പണം മോഷ്ടിക്കുകയായിരുന്നു. ഇത് മരുമകളും കുട്ടികളും അവിടെ ഇരുന്ന് TV ഫോൺ ചെയ്യുന്നു. അമ്മമ്മ അവിടെ ഇരുന്ന് TV കാണുന്നു. ആ സമയത്ത് മരുമകൾ ഫോൺ ചെയ്ത് നോക്കിയപ്പോഴും ഇവിടെ വാതിലിൻ്റെ അടുത്ത് ഒരാൾ നിൽക്കുന്നതായിട്ട് തോന്നി. അങ്ങനെ അവർ പെട്ടെന്ന് കയറി വന്നപ്പോഴത്തേക്ക് ഇയാൾ ഇവിടെ നിന്ന് ഇറങ്ങി കതവ് അടയ്ക്കാനായിട്ട് ശ്രമം നടത്തി. അങ്ങനെ മരുമകൾ അയാളുമായിട്ട് അങ്ങനെ കതവ് ഇയാളെ തെള്ളാനൊക്കെ ഭാവിച്ചു. അതിന് പിടികിട്ടില്ല. പിന്നെ ബാഗെ പിടിച്ചു. ബാഗിൻ്റെ വള്ളി പൊട്ടി. അത് അമ്മമ്മ വന്ന് അവൻ്റെ ഷർട്ടെ പിടിച്ചു. അപ്പോൾ അമ്മമ്മയെ പിടിച്ച് തള്ളി. അമ്മമ്മയുടെ കൈ വന്ന് ഭിത്തിയിലിടിച്ച് വീണു. അങ്ങനെ ആ ഇത്രയും ബേളം കേട്ടുകൊണ്ട് മോൻ മേളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇവന് ഇറങ്ങി ഓടി. കിഴക്ക് വശത്തുള്ള മതിൽ ചാടിക്കടന്ന് അപ്പുറത്തിറങ്ങി ഓടി. പൈസ ഇവിടെ ഈ മെത്തയുടെ അടിയിൽ 2 സ്ഥലത്തായിട്ട് വെച്ചിരുന്നത്. കടയിൽ നിന്ന് കൊണ്ടുവരുന്ന പൈസയൊക്കെ അങ്ങനെ വെച്ചിരുന്നത്. സാധാരണ അങ്ങനെ വയ്ക്കുന്നതുകൊണ്ടും അവിടെ അങ്ങനെ വെക്കുന്ന ഒരു ശീലമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് രണ്ടിടത്തും കൂടെ പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 25,000 രൂപ ഇന്നലെ പോയിട്ടുണ്ട്. ഇതിന് മുമ്പ് ഇവിടെ മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. ഇതുപോലെ അതും ഈ ആളാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്നിട്ട് വന്ന പോലെ തിരിച്ചിറങ്ങാൻ ശ്രമിച്ചപ്പോൾ ഒരു കുടുംബാംഗം മോഷ്ടാവിനെ കാണുകയും ബഹളം വയ്ക്കുകയും ചെയ്തതോടെ ഇയാൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പുനലൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീടും പരിസരവും കുടുംബവും നന്നായി അറിയാവുന്ന ഒരാളാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. അവള് പറഞ്ഞ് കേട്ടും കൊണ്ട് ഞാൻ എണ്ണീറ്റ് വന്ന് ഇങ്ങനെ ഷർട്ടെ പിടിച്ചപ്പോ അവൻ കൈ കൊണ്ടുവന്ന് എൻ്റെ ഇവിടെ മുട്ടി. കൈ എവിടെ അവിടെ എനിക്ക് ഇപ്പോഴും നോവുന്നു. അങ്ങനെ അപ്പോഴത്തേക്ക് അജിത്ത് ഇവിടം വരെ വന്നുള്ളൂ. അജിത്ത് വന്നപ്പോഴത്തേക്ക് അവൻ ചാടിപ്പോയി. പിന്നെ അവന് മുഖം കണ്ടില്ല. കറുത്ത പിന്നെ പാൻറ്റും ചുവന്ന ഷർട്ടും അതിനകത്ത് കറുപ്പുമുണ്ട് ആ ഷർട്ടിൽ. മുഖം കണ്ടില്ല. തലയിലെ തൊപ്പിയാണോ എന്തോ തലയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയാവൂ. പിന്നെ എനിക്ക് ഒന്നും അറിയാം. അവൻ ചാടിപ്പോയി. 6:45 കഴിഞ്ഞു. 7 മണിക്ക് 5 മിനിറ്റേ ഉള്ളൂ. പുനലൂർ.